ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. ടെയിൽ ലൈറ്റ് ബൾബ്, ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ബൾബ് തെളിയുള്ള സ്പീഡോമീറ്റർ ചെക്കപ്പ്, ബ്രേക്ക് കേബിൾ മാറ്റി ചെക്കപ്പ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. പിന്നെ സൈലൻസറിൻ്റെ ഒരു ബോൾട്ട് പോയിട്ടുണ്ട്, മൈലേജ് ചെക്കപ്പ്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ അഡ്ജസ്റ്റിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയി നിൽക്കണേ. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ ഈ ഒരു സർവീസിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ നമ്മൾ ഇടയ്ക്ക് കയറ്റി മാറ്റേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ പിന്നെ ബ്രേക്ക് ലൈനർ മാറ്റി പുതിയതിടണം. അപ്പോഴാണ് അഡ്ജസ്റ്റിങ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തേക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഈ എസ്റ്റിമേറ്റിൽ ഞാൻ ബ്രേക്കിൻ്റെ ലൈനർ ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് വീണ്ടും റിപ്പീറ്റ് കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട്. ഗിയർ ഓയിലൊന്ന് മാറ്റിയിടണം കേട്ടോ. അതേപോലെ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉപയോഗിക്കാം. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അതേപോലെ പിന്നെ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടി കയറി ബ്ലോക്കായി പോയേക്കാണ്. എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റിയിടണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. ഈ മാറ്റുമ്പോൾ ഇത് രണ്ടായിട്ട് ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. ശരിക്കും എയർ ഫിൽറ്ററൊക്കെ ഇത്രയും ബ്ലോക്ക് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബറേറ്റർ അഴിക്കൽ പോസിബിൾ അല്ല. കാരണം കാർബറേറ്റർ അഴിച്ചാൽ ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അത് ഉപയോഗിക്കുന്നതിൻ്റെ കാർബറേറ്ററുകളൊക്കെ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. കാർബറേറ്ററൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ തൽക്കാലം കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്താലാണ് ശരിക്കും മൈലേജിൻ്റെ കേസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം തൊടുന്നില്ല. അഴിച്ചാൽ ചിലപ്പോൾ കാർബറേറ്റർ മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ അതല്ല അഴിച്ച് ക്ലീൻ ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. ഞാൻ അതനുസരിച്ച് ചെയ്യാം. കാരണം ഇത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററും ബ്ലോക്ക് ആയിരിക്കും. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കവർ ഗ്യാസ്കറ്റൊക്കെ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറണം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശം കേട്ടോ. ഫുള്ള് ചെളി കയറി തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചേസുമേ. നമുക്ക് ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓപ്പണായിട്ട് ബോഡിയൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് ആ പെയിൻ്റ് അടിച്ച് കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകണേക്കാളും മുമ്പ് ചേസിൻ്റെ ഭാഗത്തേ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീനിങ്ങിനും ഗ്രീസിങ്ങിനായിട്ട് അഴിക്കണതാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്രാങ്കിൻ്റെ ഷാഫ്റ്റ് ഓയിൽ സീൽ പോയേക്കാം. ഈ സൈഡ് ആ ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് അങ്ങനെ കാര്യമായിട്ട് ചാടി തുടങ്ങിയിട്ടില്ല. പക്ഷേ ലീക്കേജ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ നോക്കി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കലാണ് എൻ്റെ ലക്ഷണം കാണിക്കുക. ഒരു വിട്ടുവലിവ് കാണിക്കും. തൽക്കാലം ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഏകദേശം ഒരു 1000 രൂപ അടുത്ത് നമുക്ക് വിലയുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ നോക്കാം. കൂടുതൽ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അഴിച്ച് മാറ്റിയാൽ മതി. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. അതിവിടെയൊക്കെ പൊട്ടി വിണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും മാറ്റി കളയാം. അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിപ്പെടും. ഇപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ കിടന്ന് ഓടിയെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബെൽറ്റ് പൊട്ടുമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ടേ. പിന്നെ ക്ലച്ചിനകത്ത് നമുക്ക് കർവിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത്രയൊക്കെയാണ് ക്ലച്ചിനകത്ത് തന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് ഗ്രീൻ ബുഷൊക്കെ പോയിട്ട് ഷോക്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിടണം. ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളും ഔട്ടർ വലിഞ്ഞിരിക്കാം. അപ്പോൾ ഈ 2 കേബിളുകൾ നമ്മൾ മാറ്റിയിടണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈനർ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. പിന്നെ സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഈ മെക്കാനിസത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. നമുക്ക് ഈ ക്രൗൺ പിനിയൻ മാറ്റി സ്പീഡോമീറ്റർ കേബിളും മാറ്റി മീറ്റർ വർക്കിങ്ങിലേക്ക് ആക്കി വയ്ക്കാം. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ ടൈറ്റ് കാണിക്കാൻ ഒരു എരമ്പൽ സൗണ്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യത നിലവിലുണ്ട്. എന്തെങ്കിലും വർക്ക് ചെയ്തോളും. പക്ഷേ ഒരു മൂളിച്ച സൗണ്ട് എരമ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം മീറ്റർ മെക്കാനിസം ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ലെങ്കിലും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത നിലവിൽ കൂടുതലാണ് കേട്ടോ. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് ടൈറ്റ് ഉണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആ കേബിളൊന്ന് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. ആക്സിലേറ്റർ കേബിളും കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാറ്ററി
2025 ബാറ്ററി, പുതിയ ബാറ്ററി ഇരിക്കണം കേട്ടോ. പിന്നെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം വോൾട്ടൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലമൊന്നുമില്ല. അതൊക്കെയാണ് ഫ്രണ്ടിലത്തെ ഭാഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റൊക്കെ അത്യാവശ്യം അഴുക്കായുണ്ട്, അത് മാറ്റിയിട്ടേക്കാം. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്, അതൊക്കെയാണ് പിന്നുള്ള പറഞ്ഞത്. പിന്നെ സൈലൻസറിൻ്റെ ബോൾട്ട് ഉള്ളിൽ നിന്ന് നെറ്റ് ചാടി പോയിട്ടുണ്ടായിരുന്നു ഉള്ളിലത്തെ, അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബോൾട്ടൊക്കെ കൊടുത്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഴിച്ച് ക്ലീനിങ് ചെയ്താലാണ് മൈലേജിൻ്റെ കേസൊക്കെ റെഡി ആവുള്ളൂ. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 22,000 രൂപ, 2,600, 2,500 അടുത്ത് അങ്ങോട്ട് റേറ്റ് വരും ഈ കാർബറേറ്റർ അസംബ്ലിക്ക്. അപ്പോൾ നോക്കിയിട്ട് ചെയ്താലും മതി. ഞാനപ്പോൾ നോക്കിയിട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ തൽക്കാലം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തല്ല, കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം അത് ക്ലീൻ ചെയ്തതിന് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാണിക്കണോണ്ട് നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ കേസ്. അപ്പോൾ അതടക്കമുള്ള ബാക്കിയതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. അതേപോലെ തന്നെ വാട്ടർ സർവീസിൻ്റെ കേസും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടാവും, ഓപ്പൺ വാഷിംഗ് ആയിട്ട്. ഉള്ളിൽ ഫുള്ള് ചെളിയാണ് കേട്ടോ. എവിടെയൊക്കെ തുരുമ്പിട്ട് വിടാറായ ഒരു അവസ്ഥയിലേക്കാണ് എൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗമൊക്കെ. അപ്പോൾ അത്യാവശ്യം കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും കേട്ടോ.